ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ചൂരമീൻ കറി റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ നല്ല രീതിയിലൊന്ന് വെട്ടി വൃത്തിയാക്കിയെടുക്കാം. ഈ മീനിന് എൻ്റെ നാട്ടിലൊക്കെ സുതമീൻ എന്നും പറയും കേട്ടോ. അപ്പം അത് നല്ലോണം ഒന്ന് വെട്ടി വൃത്തിയാക്കി തൊലിയെല്ലാം പൊളിച്ചെടുക്കാം. തൊലിയെല്ലാം പൊളിച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പീസാക്കി നമുക്കെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസ് എടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല രീതിയിൽ നല്ല വെള്ളത്തിൽ ഒരു 4-5 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനിവിടെ ഈ മീനെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കറി വെക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളം വറ്റി നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ആവശ്യമായ എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പം കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, കറിവേപ്പില വേണം. കടുക് നല്ലോണം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നോളം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവോള എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സവോളയുടെ എണ്ണം കൂട്ടാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി വാടി കഴിയുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് ഇട്ട് കഴിഞ്ഞ് നല്ലോണം മൂപ്പിച്ച് കളറെല്ലാം മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പം നമുക്കതിലോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മളിവിടെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണം നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം. മീനെല്ലാം നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലോണം വെട്ടി തിളയ്ക്കുന്നത് കാണാം. അങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞ് പിന്നെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ മീനെല്ലാം വെന്ത് കഴിഞ്ഞ് ചാറെല്ലാം കുറച്ച് വറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് മീൻ കറി വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്